ഹായ് മച്ചന്മാരെ, ഇന്ന് ബിഗ് ബോസിൽ പൊരിഞ്ഞട്ടിയാണ് കേട്ടോ. അനീഷ് ഭായും നമ്മുടെ ആദിലയുമായിട്ടാണ് അടി നടക്കുന്നത്. അടി എന്ന് പറഞ്ഞാൽ ചെറിയ അടിയൊന്നുമല്ല, പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. ആദില് പോയിട്ട് അനീഷിന്റെ ബെഡാക്കിയിട്ട് വലിച്ചെറിഞ്ഞ് അങ്ങനെ നശിപ്പിച്ച് കോളമാക്കി. ഏതായാലും കുറച്ച് സീനൊന്ന് കണ്ടു നോക്ക്, ബാക്കി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അടി 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 ഒടിക്കോനെ. ഞാൻ അനീഷിന്റെ ബെഡൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. സംഭവം എന്താന്ന് വെച്ചാ, അനീഷാണ് ഇന്നത്തെ കിച്ചന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്ന ആദിലൊക്കെയാണ്. ആദില പാത്രം കഴുകി വെച്ചാലാണ് ഇനി അടുത്ത ടീമിന് വന്ന് ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അനീഷ് വന്നിട്ട് ആദിലേനെ വിളിക്കണേണ്. അതിലെ വരാന്ന് പറയുന്നുണ്ടെങ്കിലും അനീഷ് വിടാൻ തയ്യാറായില്ല. അനീഷ് പാത്രം കഴിപ്പിച്ച് അട്ടങ്കൂന്നുള്ള ഇതിൽ നിൽക്കണേണ്. ആ സീൻ ഒന്നുണ്ടോക്ക്. എത്ര സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്? എത്ര സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്? മണിക്കൂറുകളോളം സമയം. എന്നിട്ട് എന്താ അതിൽ ചെയ്യാത്തത്? അതിലയുടെ സൗകര്യത്തിനനുസരിച്ചല്ല ക്യാപ്റ്റൻ നിൽക്കേണ്ടത്, മനസ്സിലായോ? അപ്പൊ ശരിക്കും അതിലേക്ക് ദേഷ്യം വന്നിട്ട്, പക്ഷെ അനീഷിന്റെ ഭാഗത്ത് ഒരു റൈറ്റ് ഉണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, അവിടെ പാത്രം കയ്യിൽ വെച്ചാൽ മാത്രമാണ് അടുത്ത ടീമിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിലെ കഴുകാത്ത കാരണമാണ് അവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഫുഡ് ഉണ്ടാക്കാൻ മറ്റവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഈ ടാസ്ക് എങ്ങാനും തുടങ്ങി കഴിഞ്ഞാൽ ഈ പാത്രം കയ്യിലും ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിൽക്കും, എല്ലാവരും പട്ടിണി ഇരിക്കേണ്ടി വരും. അതാണ് അനീഷ് പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. പക്ഷെ ആദില സമ്മതിക്കണില്ല. ലാസ്റ്റ് ആദില എന്ത് ചെയ്ത് ഭ്രാന്ത് കയറി മൂത്തിട്ട് അനീഷിന്റെ ബെഡും അനീഷിന്റെ തലങ്ങിണയൊക്കെ എടുത്ത് വലിച്ചെറിയാണ്. പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ആദിലയുടെ വായിന്ന് വന്നത് ശരിയായ കുറച്ച് വേർഡ്സ് ഒന്നും ശരിയല്ല. അത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് ആദില അതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗെയിമാണ്, ഇത് മറ്റുള്ളവർ കാണുന്നുണ്ട് എന്നുള്ളൊരു വിചാരമൊന്നും ആ കുട്ടിക്കില്ലാന്ന് തോന്നുന്നു. പക്ഷെ അതേ മോശപ്പെട്ട വേർഡ്സ് ഒക്കെയാണ് അതിൽ യൂസ് ചെയ്യണത്. ഒന്ന് കേട്ടു നോക്കത്. മെസ്സേജ് കിട്ടിയോ ആരെങ്കിലും? ഒന്ന് പറഞ്ഞോ. ഇങ്ങനെ പറഞ്ഞത് ഒരു മനുഷ്യൻ പറയില്ല ഞാനോട് കഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇയാൾക്ക് ചൊറിച്ചിലാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവസാനം അനീഷ് തന്നെ പറയണ്, ഞാൻ തന്നെ പോയി പാത്രം കഴുകാം. കാരണം അനീഷിന് ഈ പാത്രം കഴുകിയാൽ മാത്രമേ കിച്ചൺ ടീമിനോട് വരാൻ പറ്റൂ. അങ്ങനെ അനീഷ് പോയിട്ട് കിച്ചണിൽ പോയി ആദിലയുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത് അനീഷ് പാത്രം കഴുകാൻ തുടങ്ങുമ്പോൾ വന്ന് വെടിച്ചില്ല പോലെ ആദില വന്നിട്ട് എന്ത് ചെയ്തു, കിച്ചണിൽ സ്പൂണൊക്കെ എടുത്ത് അങ്ങ് വലിച്ചെറിയാണ്. ഏതോ പിരാന്ത് കയറിയ പോലെ ആലോചിച്ച് ഒരു ഭ്രാന്ത് കയറി. അനീഷ് പാത്രം കഴുകുമ്പോ അവിടുത്തെ സ്പൂണൊക്കെ എടുത്ത് വലിച്ചെറിയണ സീനാണത്. പിന്നെ കിച്ചണിൽ കിടന്ന ഞങ്ങൾ എനിക്ക് പാത്രം വേണം അരിയിടാൻ, അത് ഉണ്ടെങ്കിൽ അരിയിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ അനീഷ് ആദ്യമേ പറയാണ്ടായിട്ടാ പാത്രം കഴിയിട്ടില്ല. അപ്പൊ ഈ അനീഷ് ആദ്യമേ പറഞ്ഞത് അതിലൊക്കെ അങ്ങ് പോയി ചെയ്തെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിലെ കളിക്കുന്ന ഗെയിമിനെ ആൾക്കാർ ഇപ്പൊ എനിക്ക് തോന്നുന്നു തരം താന്ന രീതിയിലാണ് ആദിലവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് നൂറ് ഇച്ചിരി സൈലന്റ് ആണ്. ഗെയിം കറക്റ്റായിട്ട് കളിക്കുന്നുണ്ട്, ഇതേപോലത്തെ കാര്യങ്ങളിലൊന്നും നിൽക്കുക. പക്ഷെ ആദില ഒരുമാതിരി കിടന്ന് ഭയങ്കര ഇറിറ്റേറ്റ് ആണ്. പക്ഷെ ഇത്രയും നാൾ അവിടെ ഇറിറ്റേറ്റ് ആയിട്ട് കളിച്ചവരൊക്കെ പുറത്ത് തന്നെയാണ്. അപ്പാനിയൊക്കെ എന്താണ് അവർക്കെന്ന് കാണിച്ചത്? ഒച്ചപ്പാടുമ്പോൾ അപ്പാനിയപ്പ് കട അപ്പാനിയുടെ പൊടി പോലും കാണില്ല, ഒക്കെ പിടിച്ച് പുറത്താക്കില്ലേ. ആദിലേക്ക് കിട്ടാൻ പോണത് ഇത് തന്നെയായിരിക്കും. മിക്കവാറും നാട്ടുകാർ വോട്ടിങ് കുറച്ചിട്ട് ആദിലിനെ പോയി പിടിച്ച് വെളിയിലിടാനാണ് സാധ്യത.